നമ്മൾ ഫിസിക്സിൻ്റെ റൊട്ടേഷണൽ മോഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. NCERTയിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിനെ നമുക്ക് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. സെൻറ്റർ ഓഫ് മാസ് ആൻഡ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന സെക്ഷൻ, ടോർക്ക് ആംഗുലാർ മൊമെൻറ്റം രണ്ടാമത്തെ സെക്ഷൻ, മൂന്നാമത്തെ സെക്ഷൻ റോളിംഗ് മോഷൻ. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ദ ടോപ്പിക്. ടോർക്കിൻ്റെ കോൺസെപ്റ്റിന് മുമ്പായിട്ട് നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ചെറിയ റിവിഷൻ ആവശ്യമുണ്ട്. ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം, ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവും. അതുകൊണ്ടാണ് ഫോഴ്സ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഫോഴ്സ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഫോഴ്സിന് കഴിയാത്തത് എന്താണ് ടോർക്കിന് കഴിയുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ടോർക്ക് മീൻസ് ഒരു ബോഡിയിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഷൻ കിട്ടും. ആ മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനാണ്. ഒരു ബോഡിയിൽ ടോർക്ക് ആക്ട് ചെയ്യും, ഐ മീൻ എക്സ്റ്റേണൽ ടോർക്ക്. വെൻ ആൻ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട്സ് ഓൺ എ ബോഡി, ദർ വിൽ ബി സം റൊട്ടേഷണൽ മോഷൻ ഇൻഡ്യൂസ്ഡ്. ബട്ട് in case when a body is subjected to a certain force, there will be a kind of linear motion or linear acceleration will be produced in the body. For example, I have a toy car in front of me. Now I am giving a slight push on it. Look, the toy car has moved, which means when I am applying a force for a particular time interval, the body has regained or the body has gained some velocity, which means the body has achieved some linear momentum over there. So this is the importance of force. Now what about torque? ഒരു ബോഡിയിൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ, ഐ മീൻ എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ഉണ്ടാകുന്ന മോഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടു, ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് ലീനിയർ മോഷൻ ഉണ്ടായി. അപ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ബോഡിക്ക് റൊട്ടേഷണൽ മോഷൻ ആണ് ഉണ്ടാകുന്നത്. അതെങ്ങനെ ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ടോർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? എന്തുകൊണ്ട് ഒരു ബോഡിയിൽ ടോർക്ക് ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഒരു ബോഡിയിൽ റൊട്ടേഷണൽ മോഷൻ ഡെവലപ്പ് ചെയ്യുന്നു? എന്തുകൊണ്ട് ബോഡിയിൽ ആംഗുലാർ ആക്സലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ടോർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൈവ് ഡെമോൺസ്ട്രേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റാൻഡ്, ഒരു ലിവറാം. ഈ ലിവറാം ഇവിടെ പിവട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടായിരിക്കും ഈ ലിവറാമിന് എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വെയിറ്റ് ഉണ്ട്. ഞാൻ ഈ വെയിറ്റ് ഈ ലിവറാമിൻ്റെ 3 പോയിൻറ്റ്സിൽ ലോക്ക് ചെയ്യും. പോയിൻറ്റ് എ, പോയിൻറ്റ് ബി, പോയിൻറ്റ് സി. ഈ 3 പോയിൻറ്റ്സിലും ലോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ലിവറാം ഡിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിഫ്ലക്ഷൻ ഓഫ് ദ ലിവറാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ലിവറാമിൻ്റെ ഡിഫ്ലക്ഷൻ്റെ പാത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇറ്റ് വിൽ ബി ആൻ ആർക്ക്. ആർക്ക് മീൻസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ, which means the motion is circular, or we can tell that the motion is rotational. So let us see what is going to happen. അപ്പോൾ ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി, ഇത് പോയിൻ്റ് സി. ആദ്യം നമുക്ക് ഈ വെയിറ്റ് പോയിൻ്റ് എയിലിട്ട് നോക്കാം എന്ത് സംഭവിക്കും. നമുക്ക് നോക്കാം. ചെറിയ രീതിയിലൊരു ഡിഫ്ലക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ പോയിൻ്റ് എയിൽ ഒരു ചെറിയ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് എയിൽ എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ വന്നു എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഡിഫ്ലക്ഷൻ വന്നതെന്ന് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഒന്ന്, ഇതൊരു വെയിറ്റാണ്. വെയിറ്റ് ഇസ് mg, ഗ്രാവിറ്റേഷണൽ പുൾ ബൈ ദ എർത്ത്, വിച്ച് മീൻസ് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പോയിൻ്റ് എയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഡിഫ്ലക്ഷൻ കണ്ടു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദിസ് ഇസ് പോയിൻ്റ് ബി. പോയിൻ്റ് ബിയിലേക്ക് നമ്മളിതിട്ടു. ക്ലിയർലി വിസിബിൾ, പഴയതിനേക്കാൾ കൂടുതൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും ഞാനിട്ട വെയിറ്റ് സെയിം ആണ്, പക്ഷേ ഡിഫ്ലക്ഷൻ കൂടി, ആർക്ക് ലെങ്ത് കൂടി, റൊട്ടേഷണൽ മോഷൻ കൂടി. ഇനി ലാസ്റ്റ് വൺ പോയിന്റ് സി നോക്കുക. മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് 3 പോയിന്റിലും തൂക്കിയിട്ടപ്പോൾ നമ്മളിത് കണ്ടു എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. എ ബി സി, എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ കൂടി, വിച്ച് മീൻസ് അതിൻ്റെ ടോർക്കിൻ്റെ ആ ഒരു ടേണിങ് എഫക്റ്റ് കൂടി. അപ്പോൾ
എന്താണ് ടോർക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർലി മനസ്സിലായി. അതായത് ഫോഴ്സ് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഓരോ പ്രാവശ്യവും ഡിഫ്ലക്ഷൻ ഡിഫറൻ്റ് ആണ്. വിച്ച് മീൻസ് ഓരോ പ്രാവശ്യം ടോർക്കിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കൂടി. അതിനർത്ഥം ഒരു ബോഡിയിൽ ടോർക്ക്, എക്സ്റ്റേണൽ ടോർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. വൺ ഈസ് ഫോഴ്സ്. അത് ഈ 3 കേസിലും ഈ ഫോഴ്സ് സെയിം ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ ഡിഫറൻ്റ് ആയി? 3 പോയിന്റിലാണ് തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ടേം ഞാനിവിടെ കൊണ്ടുവരികയാണ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. സോ ടോർക്ക് ഈസ് ആക്ച്വലി എ ഫിനോമിന വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ 2 ഫാക്ടേഴ്സ്. ഫാക്ടർ 1 ഫോഴ്സ്, ഫാക്ടർ 2 പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ ഒരു പോയിന്റിലാണ് ഇതിനെ പിവട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെയാണ്. ഇതിന് എബൌട്ടായിട്ടാണ് ഇത് ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് അങ്ങനെ കിടന്ന് ഒരു ആർക്ക് ഫോമിൽ ഇത് മൂവ് ചെയ്യുന്നു. സോ പോയിന്റ് എ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. പോയിന്റ് ബി അതിനേക്കാൾ കൂടുതലാണ്. പോയിന്റ് സി ആണ് ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ഫ്രോം ആക്സിസ് ഓഫ് റൊട്ടേഷൻ കൂടുന്നതനുസരിച്ച് റൊട്ടേഷണൽ മോഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നു. വിച്ച് മീൻസ് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നു. സോ ടോർക്ക് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. വൺ ഈസ് ഫോഴ്സ് ആൻഡ് അതർ ഈസ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം, ശ്രദ്ധിക്കുക. ഈ സ്റ്റാൻഡ് പഴയതുപോലെ നേരെയാക്കി ഞാൻ എൻ്റെ ഹാൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പാം ഉപയോഗിച്ച് ഈ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇതിന് ഷെയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ നോക്കുക, വെയിറ്റ് ഹാങ് ചെയ്തിരുന്ന സമയത്ത് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ആയിരുന്നു. എയിൽ ഞാൻ ഹാങ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു ലൈൻ ഓഫ് ആക്ഷൻ, ബിയിൽ ഇങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ, സിയിൽ ഇങ്ങനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ. സോ ദ എൻറ്റയർ ലൈൻ ഓഫ് ആക്ഷൻ ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ് വെൻ ദ വെയിറ്റ് വാസ് ഹാങ്ങിങ് ഡൗൺവേർഡ്. ഇനി ഞാൻ അതേ വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടൊരു ഫോഴ്സ് എൻ്റെ കൈ ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ഇതിൽ പുഷ് ചെയ്യുന്നു. നമുക്കറിയാം ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ. ഒരു ഡിഫ്ലക്ഷനും ഇതിൽ കാണുന്നില്ല. ഷെയ്ക്ക് അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷൻ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. വിച്ച് മീൻസ് എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് when it is passing through the pivot or when the line of action of force is passing through the axis of rotation, there is no turning effect. അപ്പോൾ ടോർക്ക് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ടോർക്ക് ഉണ്ടാവാത്ത കണ്ടീഷൻ എന്താണ്? when the line of action of force passes through the axis of rotation or the given reference point, there will not be any torque. അപ്പോൾ when the line of action of force when it passes through the axis of rotation, there will not be any torque. So what is torque? Torque is turning effect of force. ടോർക്ക് ഫോഴ്സിൻ്റെ ഒരു ടേണിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ ടോർക്കിന് 2 ഫാക്ടേഴ്സ് വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നെന്താണ്? ഫോഴ്സ്. രണ്ടെന്താണ്? പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. പക്ഷേ ടോർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള സ്പെഷ്യൽ കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞത്. when the line of action of force when it passes through the given axis of rotation, there will not be any torque, which means there will not be any turning effect. ഇതാണ് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലൂടെ നമുക്ക് ഇതിൻ്റെ തിയറിറ്റിക്കലി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ടോർക്കിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ ന്യൂമറിക്കൽ സോൾവ് ചെയ്യാം, അതാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത്. Now you can see a wheel rotating at the background. I am going to explain you how the wheel rotates by applying forces on various edges. I will also teach you how to find the direction of the torque. So please watch and listen carefully. So torque on a wheel നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ABCD 4 പോയിന്റ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഓരോരോ പോയിന്റിൽ ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കും. അപ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പേനയും പേപ്പറും എടുത്ത് നോട്ട് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡെറിവേഷൻസ് ഉണ്ടാവും, അതിൻ്റെ ഡയറക്ഷൻ്റെ ട്രിക്ക് പറയും, എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. സോ ഫസ്റ്റ് കൺസിഡർ പോയിന്റ് എ. ഈ പോയിന്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് എയിൽ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ABCD എന്ന 4 പോയിന്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഐ എം അസ്യൂമിങ് ദാറ്റ്
the wheel is rotating about the center. So the axis of rotation is the center of the wheel. Remember, the axis of rotation is the center of the wheel, which means we are considering the reference point at the center. ഇനി ഫസ്റ്റ് ഞാൻ ഫോഴ്സ് വരച്ചു. ഇനി ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1, ത്രൂ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ ആദ്യം വരയ്ക്കണം. ലൈൻ ഓഫ് ആക്ഷൻ മീൻസ് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. എന്താണോ ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ ആദ്യമേ വരച്ചിടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓർ ഫ്രം ദ റെഫറൻസ് പോയിന്റ് draw a perpendicular line to the line of action and extend it. Draw a perpendicular line and then extend it. So draw a perpendicular line and then extend it. So this is also another vector. This is radius vector. അപ്പോൾ നമുക്ക് രണ്ട് വെക്റ്റർ കിട്ടി. ഒന്ന് ഫോഴ്സ്, അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ആദ്യം വരച്ചു. രണ്ട് സെൻറ്റർ എടുത്തു. സെൻറ്ററാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്ക് ഒരു വെക്റ്റർ വരച്ചു. അതിൻ്റെ പേര് റേഡിയസ് വെക്റ്റർ. ആൻഡ് ഈ സെൻറ്ററിൽ നിന്ന് ഈ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഡിസ്കിൻ്റെ റേഡിയസ് ആണ്. സോ രണ്ട് വെക്റ്റർ നമുക്ക് കിട്ടി, റേഡിയസ് വെക്റ്ററും ഫോഴ്സ് വെക്റ്ററും. റേഡിയസ് വെക്റ്ററും ഫോഴ്സ് വെക്റ്ററും. ഇനി ശ്രദ്ധിച്ചോളുക, ടോർക്കിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോർക്ക് ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണെന്ന് തൊട്ട് മുമ്പത്തെ സെഷനിൽ ഞാൻ പറഞ്ഞു. ടേണിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. ഇത് രണ്ടും വെക്റ്റേഴ്സാണ്. ടേണിംഗ് എഫക്റ്റ് വരുമ്പോൾ വി ഹാവ് ടു യൂസ് ദ ക്രോസ് പ്രൊഡക്റ്റ്. കിട്ടുന്ന പ്രോഡക്റ്റിന് ഡയറക്ഷൻ ഉണ്ട് എന്നുറപ്പാണെങ്കിൽ അത് വെക്റ്റർ പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റാണ്. കിട്ടുന്ന പ്രോഡക്റ്റ് സ്കെയിലാർ ആണ് എങ്കിൽ അവർ സ്കെയിലാർ പ്രൊഡക്റ്റാണ്. അവരെ വിളിക്കുന്നവർ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സും ആറും രണ്ടും വെക്റ്റേഴ്സാണ്. പക്ഷെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കരുത്, പകരം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണം. ബിക്കോസ് ദർ ഈസ് ടേണിംഗ് എഫക്റ്റ് ഇൻ ദ വീൽ. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നമ്മൾ വെക്റ്റർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല. സപ്പോസ് എ ഈക്വൽ ടു ബി ക്രോസ് സി എന്നാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു സി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. അപ്പോൾ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്നു. ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ആർ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയസ് വെക്റ്റർ, ദാറ്റ് ഈസ് റേഡിയസ്. എഫ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി എന്താണ് സൈൻ തീറ്റ? സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് വെക്റ്റർ ആൻഡ് ഫോഴ്സ് വെക്റ്റർ. ക്ലിയർലി ഇൻ ദ ഡയഗ്രാം ഇറ്റ് ഈസ് 90. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എൻ ക്യാപ്. N cap is a unit vector which determines the direction of the product. So torque is a vector. So n cap shows the direction of the torque. അപ്പോൾ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. We are going to determine how to find the direction of the torque. So torque is equal to R of sin theta n cap. ഇതാണ് ഫോർമുല. അപ്പോൾ n cap ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. That is direction of the torque. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന ടോർക്കിൻ്റെ നമ്മൾ ആ വീല് കൺസിഡർ ചെയ്യുന്നു. വീലിലെ എ എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ്. എ എന്ന് പറയുന്ന സെക്ഷനിലായിരുന്നു നമ്മൾ ആദ്യമേ ടോർക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ ടോർക്കിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, റേഡിയസ് വെക്റ്റർ ഫോഴ്സ് ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചിരുന്നതാണ്. ആംഗിൾ 90. അപ്പോൾ എങ്ങനെയാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കുക? വളരെ സിമ്പിളാണ്. ക്രോസ് പ്രൊഡക്റ്റാണ്. റേഡിയസ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ആദ്യം നോക്കുക. അത് ഈ ഒരു ഡയറക്ഷൻ. നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. പ്ലേസ് ഓൾ ദ ഫോർ ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്റ്റർ. റൈറ്റ് ഹാൻഡിലെ 4 ഫിംഗർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. അത് കഴിഞ്ഞിട്ട് റൊട്ടേറ്റ് ദാറ്റ് 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫോഴ്സ് വെക്റ്റർ. റൈറ്റ് ഹാൻഡ് എടുക്കുക, 4 വിരലെടുക്കുക, ഇങ്ങനെ വയ്ക്കുക. 4 വിരൽ എന്തിൽ ഡയറക്ഷനിൽ? അലോങ് ദ റേഡിയസ് വെക്റ്റർ. സോ 4 വിരൽ ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. സോ ഐ എം റൊട്ടേറ്റിംഗ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. അപ്പോൾ നോക്കുക, റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്റ്റർ. തമ്പ് കണ്ടോ?
Thumb is pointing towards you. നിങ്ങളിലേക്കാണ് thumb point ചെയ്യുന്നത്. So what is the direction of the torque? Direction of the torque is towards you, which means it is perpendicular to the board containing F and R. So what is the direction of the torque? Perpendicular from the plane containing force and R. അപ്പോൾ ഒന്നുകൂടെ പറയാം. റൈറ്റ് ഹാൻഡ് എടുക്കുക. ടേക്ക് ഓൾ യുവർ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ. ഇങ്ങനെ വെച്ചു. ഇനി എന്തിലേക്ക് ചുരുട്ടുക? ഫോഴ്സ് വെക്ടറിലേക്ക് ചുരുട്ടുക. അപ്പോൾ തമ്പ് കാണിക്കുന്ന ഡയറക്ഷൻ അതാണ് ടോർക്കിൻ്റെ ഡയറക്ഷൻ. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ഫ്രം ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഫോഴ്സ് ആൻഡ് റേഡിയസ്. ഇത്രയേ ഉള്ളൂ ടോർക്കിൻ്റെ ഡയറക്ഷൻ. വീണ്ടും ഒരു ഇലസ്ട്രേഷൻ നോക്കാം. നേരത്തെ വരച്ച അതേ ഫിഗറാണ്. പോയിന്റ് ബിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, റേഡിയസ് ഇത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ടോർക്ക് കണ്ടുപിടിക്കാൻ? ഫസ്റ്റ് പോയിന്റ് എക്സ്റ്റെൻഡ് ദ ലൈൻ ഓഫ് ആക്ഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ റേഡിയസ് വെക്റ്റർ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ദെൻ അഗെയിൻ എക്സ്റ്റെൻഡ് ഇറ്റ്. സോ again I am extending it. So this is radius vector. So radius vector or this is also force vector. അത് ഞാൻ ദാ ഇവിടെ മാറ്റി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. So this is force vector and this is radius vector. ഇത് തന്നെ ഞാൻ എടുത്ത് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ to find the direction of the torque. എങ്ങനെയാണ് direction of the torque കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇലസ്ട്രേഷൻ പറയുകയാണ്. ഇത് പോയിന്റ് ബി. നമ്മൾ നേരത്തെ വരച്ച ഫിഗറാണ് പോയിന്റ് ബി. സെക്കൻഡ് ഇലസ്ട്രേഷൻ. ഈ പോയിന്റ് ബി ഇവിടെ നോക്കുന്നു. പോയിന്റ് ബി ഇവിടെ നോക്കുക എന്താ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ടോർക്ക് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? റേഡിയസ് വെക്ടർ വരയ്ക്കണം. എവിടുന്ന്? ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കൊരു റേഡിയസ് വെക്ടർ. ആ റേഡിയസ് വെക്ടറും ഞാൻ വരച്ചു. അതേ വെക്ടർ ഡയഗ്രമാണ് ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഫോഴ്സ് വെക്ടർ, റേഡിയസ് വെക്ടർ. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദ ടോർക്ക്. എന്താണ് മെത്തേഡ്? പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ്. എവിടെ വെക്കണം? റേഡിയസ് വെക്ടറിൽ വെക്കണം. എന്നിട്ട് എങ്ങോട്ട് ചുരുട്ടണം? ഫോഴ്സ് വെക്ടറിലേക്ക് ചുരുട്ടണം. സോ പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ്. ഇങ്ങനെ വച്ചാലേ ഇങ്ങോട്ട് ചുരുട്ടാൻ പറ്റൂ. ഇങ്ങനെ വച്ചാൽ ഒരിക്കലും ഇങ്ങോട്ട് ചുരുട്ടാൻ പറ്റില്ല. സോ പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്ടർ. സോ റൊട്ടേറ്റിംഗ് ടുവേർഡ്സ് ദ ഫോഴ്സ് വെക്ടർ. തമ്പ് കണ്ടോ? തമ്പ് എങ്ങോട്ടാണ്? തമ്പ് ഈസ് ടുവേർഡ്സ് ദ പ്ലെയിൻ, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. സോ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ടോർക്ക്? Direction of the torque is into the plane of paper containing 2 vectors R and F. So രണ്ട് കേസിലും നമ്മൾ നോക്കി. ഈ കേസിൽ എങ്ങനെയാണ് ടോർക്ക്? പെർപെൻഡിക്കുലർലി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഈ കേസിൽ എങ്ങനെയാണ്? പ്ലേസ് ഓൾ ദ 4 ഫിംഗേഴ്സ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്ടർ. റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ഫോഴ്സ്. Thumb represents torque which is into the plane of paper. Thumb represents torque which is into the plane of paper, which means direction of the torque is always perpendicular to the plane containing R and F. Direction of the torque is always perpendicular to the plane containing R and F. അപ്പോൾ നമ്മൾ അങ്ങനെ ടോർക്കിൻ്റെ ഡയറക്ഷൻ ഏത് വെക്ടർ ഡയഗ്രാം ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏത് കേസിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ആംഗിൾ എടുക്കേണ്ടത് ഈ രണ്ട് കേസിലും ആംഗിൾ 90 ആണ്. ആംഗിൾ ഡിഫറെൻറ്റ് കേസാണ്. ഞാൻ അടുത്ത സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്മളിനി ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു പോയിന്റിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ ടോർക്ക് എബൌട്ട് ഒറിജിൻ. സോ ഒബ്സർവർ ഈസ് അറ്റ് ഒറിജിൻ ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഫൈൻഡ് ദ ടോർക്ക്. നോക്കുക, ഇങ്ങനെയാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയാണ് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒറിജിനിൽ. സോ ഒബ്സർവർ ഒറിജിനിലാണ്. സോ ദിസ് ഈസ് ദ റെഫറൻസ് പോയിന്റ്. ഡ്രോ ദ റേഡിയസ് വെക്റ്റർ ഫ്രം ദ ഒറിജിൻ. Draw the radius vector from the origin, but that should be perpendicular to the line of action of force. അപ്പോൾ ഓൾറെഡി ഒരു ഫോഴ്സ് വെക്ടർ ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോഴ്സ് വെക്ടറിനെ അതിൻ്റെ ഡയറക്ഷനിലൂടെ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ വി ഹാവ് ടു ഡ്രോ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ഞാനിവിടെ
ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു. ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വി ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. വി ഹാവ് ടു ഡ്രോ എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. സോ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്, ഒബ്സർവർ ഇവിടെയാണ്. സോ ദിസ് ഈസ് ഒബ്സർവർ. ഒറിജിനിൽ നിന്നാണ് ഒബ്സർവർ നിൽക്കുന്നത്. സോ നമ്മൾ എന്താ വയ്ക്കുന്നത്, ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോവാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. സോ ദിസ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മളിവിടെ വരച്ചു. സോ ഇതാണ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ആ പൊസിഷൻ വെക്റ്ററിനെ ഞാൻ R എന്ന് വിളിച്ചു. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ഇതാണ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് ഇസ് റേഡിയസ് വെക്റ്റർ. പക്ഷേ ഇത് പെർപെൻഡിക്കുലർ അല്ല, ഇത് പൊസിഷൻ വെക്റ്ററാണ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പൊസിഷൻ വെക്റ്റർ ആൻഡ് എഫ്. ഈ ആംഗിൾ തീറ്റയാണ് എങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ടോർക്കിൻ്റെ ഫോർമുല. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല, R ക്രോസ് എഫ്. അപ്പോൾ ദാറ്റ് ഈസ് R F സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. RF സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇതിനെ ഞാനൊന്ന് മാറ്റി ഇങ്ങനെ എഴുതുകയാണ്, എഫ് ആർ സൈൻ തീറ്റ. ഈ സൈൻ തീറ്റ നോക്കുക, എഫ് ആർ സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. ഇപ്പോൾ ഇവിടെ ടേം ഉണ്ട് എന്താണ്, ആർ സൈൻ തീറ്റ. ഇനി നിങ്ങൾ നോക്കുക, ഒറിജിനിൽ നിന്ന് ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതുണ്ട്. ഈ ഡിസ്റ്റൻസിനെ തൽക്കാലം ഡി എന്ന് വിളിക്കുക. ഒറിജിനിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ ഡി എന്ന് വിളിക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക, ഈ പോയിന്റ് ഒ, ഇതിനെ ബി എന്ന് വിളിക്കുക, ഇതിനെ സി എന്ന് വിളിക്കുക. സോ കൺസിഡർ ട്രയാങ്കിൾ ഒ ബി സി. ഒ ബി സി, കൺസിഡർ ട്രയാങ്കിൾ ഒ ബി സി. അപ്പോൾ നോക്കുക, വാട്ട് ഈസ് സൈൻ തീറ്റ ഹിയർ? Sin theta is equal to opposite side by hypotenuse. Sin theta is equal to opposite side by hypotenuse. D by R. Appo what is D? D is what? R sin theta. Noku, R sin theta. So this is F into D. F into D. This is force, and what is D? Perpendicular distance. So what is torque? Torque is equal to force into perpendicular distance. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തായിട്ട് എഴുതിയിരുന്നു നേരത്തെ? ആർ സൈൻ തീറ്റ. സോ ദിസ് ഈസ് എ ഡെറിവേഷൻ ഓഫ് ടോർക്ക് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ആൻഡ് ഒബ്സർവർ ഈസ് വാച്ചിങ് ഫ്രം ദ ഒറിജിൻ. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഡി ഈസ് ആർ സൈൻ തീറ്റ വിച്ച് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു കൺസെപ്റ്റിനെ പറ്റിയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ടോർക്കും റോളിംഗ് മോഷനും ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം മാത്രമാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഡിസ്കസ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് മാസിനെ പറ്റി പറയാതെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ടോർക്കും റോളിംഗ് മോഷനും പറയാം. അത് വളരെ ലെങ്തി ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ കൂടുതൽ സമയമെടുത്ത് നമ്മൾ അതിനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ആദ്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു കൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക. അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു ആക്സിസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ആക്സിസിൽ ഒരു പാർട്ടിക്കിൾസ്, ആ പാർട്ടിക്കിളിൻ്റെ മാസ് m1, ഇവിടെ വേറൊരു പാർട്ടിക്കിൾ മാസ് m2, ഇവിടെ വേറൊരു പാർട്ടിക്കിൾ m3. m1 ആക്സിസിൽ നിന്ന് r1 ഡിസ്റ്റൻസ് ആണ്, m2 ആക്സിസിൽ നിന്ന് r2 ഡിസ്റ്റൻസ് ആണ്, m3 അറ്റ് എ ഡിസ്റ്റൻസ് r3 ആണ്. ഈ ആക്സിസിന് ചുറ്റും ഓരോ പാർട്ടിക്കിളുകളും സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. സോ m1ൻ്റെ പാത്ത് ഇങ്ങനെയാണ്, m2ൻ്റെ പാത്ത് ഇങ്ങനെയാണ്.
M3യുടെ പാത്ത് ഇങ്ങനെയാണ്. സോ ഓരോന്നിൻ്റെയും റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് R1, R2, R3 ആണ്. നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഓരോ പാർട്ടിക്കിളിൻ്റെയും കൈനറ്റിക് എനർജി ഹാഫ് m1 ഇൻറ്റു v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 ഇൻറ്റു v2 സ്ക്വയർ പ്ലസ് ഹാഫ് m3 ഇൻറ്റു v3 സ്ക്വയർ. ഇങ്ങനെയാണ് ഫോർമുലകൾ വരുന്നത്. ഇത് കൈനറ്റിക് എനർജി. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാത്രമാണ് ഈ സിസ്റ്റത്തിനുള്ളത്. ഒരു ബോഡി ട്രാൻസ്ലേഷണൽ മോഷൻ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മാത്രമാണ് ഉള്ളത്. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ടോട്ടൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇവിടെ നോക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ. V1 is equal to R1 into omega, V2 is equal to R2 into omega, V3 is equal to R3 into omega. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ ഈ ഒരു ആക്സിസിന് ബൂട്ടായിട്ട് എല്ലാ പാർട്ടിക്കിളും കറങ്ങുന്ന ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. സോ ഹാഫ് m1 ഇൻറ്റു v1 സ്ക്വയറിന് പകരം R1 സ്ക്വയർ ഒമേഗ പ്ലസ് ഹാഫ് m2 ഇൻറ്റു R2 സ്ക്വയർ ഒമേഗ പ്ലസ് ഹാഫ് m3 ഇൻറ്റു R3 സ്ക്വയർ ഇൻറ്റു ഒമേഗ. സോ ഒമേഗ സ്ക്വയർ വരും. കാര്യം v1 സ്ക്വയർ, അപ്പോൾ R1 സ്ക്വയർ ഒമേഗ സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ R1 സ്ക്വയർ ഒമേഗ സ്ക്വയർ, R2 സ്ക്വയർ ഒമേഗ 2 സ്ക്വയർ, R3 സ്ക്വയർ ഒമേഗ സ്ക്വയർ. അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇഫ് m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m3 ആണെങ്കിൽ ഇക്വേഷൻ ഹാഫ് m R1 സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് m R2 സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് m R3 സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. 3 ഇക്വേഷൻസ് ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത കാര്യം നോക്കാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിനകത്ത് നമുക്ക് ഒമേഗ സ്ക്വയർ പുറത്തെടുക്കാം. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഒമേഗ സ്ക്വയർ പുറത്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഒമേഗ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. ഹാഫ് ഒമേഗ സ്ക്വയർ ഇവിടെ പുറത്തെടുത്താൽ ബാക്കി ഇക്വേഷൻ m(r1) സ്ക്വയർ പ്ലസ് m2(r2) സ്ക്വയർ പ്ലസ് m എന്ന് തന്നെ കൊടുക്കാം R3 സ്ക്വയർ എന്ന് കൊടുക്കും. ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു, ഇനി ഓരോ മാസം ഡിഫറൻ്റ് ആണെങ്കിൽ m1(r1) സ്ക്വയർ പ്ലസ് m2(r2) സ്ക്വയർ പ്ലസ് m3(r3) സ്ക്വയർ എന്ന് കൊടുക്കാം, ഓരോ മാസം ഡിഫറൻ്റ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. സോ ദിസ് ബിക്കംസ് ഹാഫ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ ടേമിനെ ഞാൻ I എന്ന് വിളിച്ചു. അതിൻ്റെ പേരാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ടേമിനെ ഞാൻ എന്ത് വിളിച്ചു? I എന്ന് വിളിച്ചു. അതിൻ്റെ പേരാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് പാർട്ടിക്കിൾ കിടക്കുന്നതെങ്കിൽ, ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കിൾ ആയിട്ട് m1, m2, m3 അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആഡ് ചെയ്യണം. അപ്പോൾ m1(r1) സ്ക്വയർ ആണ് ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, m2(r2) സ്ക്വയർ ആണ് അടുത്ത പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, m3(r3) സ്ക്വയർ ആണ് അടുത്ത പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിനെ വിളിക്കും ക്യാപിറ്റൽ I, ദാറ്റ് ഈസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ ഫോർമുല എന്താണ്? ഹാഫ് I ഒമേഗ സ്ക്വയർ. സോ മറക്കണ്ട, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ സിസ്റ്റത്തിൻ്റെ പേര് ഇറ്റ് ബിക്കംസ് ഹാഫ് I ഒമേഗ സ്ക്വയർ. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്ക് എന്ത് കിട്ടുന്നു? ഹാഫ് I ഒമേഗ സ്ക്വയർ എന്ന് കിട്ടി. ഐൻ്റെ പേരാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇവിടെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഈ ആക്സിസിൽ ഒരു ആക്സിസിൽ നിന്ന്
r ഡിസ്റ്റൻസ് മാറിയ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല mr² ആണ്. മാസ് ഇൻറ്റു r². അപ്പോൾ r എന്താണ്? r എന്ന് പറയുന്നത് ആക്സിസിൽ നിന്ന് പാർട്ടിക്കിളിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് r എന്ന് വിളിക്കുന്നത്. സോ ഒരു പോയിന്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മറക്കണ്ട, ഇറ്റ് ഈസ് mr². സോ ദാറ്റ് ഈസ് നോൺ ആസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ റൊട്ടേഷൻ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ കല്ലിനെ മൂവ് ചെയ്യിപ്പിക്കാൻ അധികം ഫോഴ്സ് കൊടുക്കണ്ട, പക്ഷെ ഒരു വലിയ കല്ലിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് ഫോഴ്സ് കൊടുക്കണം. കാര്യം മാസ് ആണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. സോ മാസ് ആണ് ലീനിയർ ആക്സിലറേഷൻ ഒപ്പോസ് ചെയ്യുന്ന ആള്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നതിനെ നമ്മൾ ഫോഴ്സ് ഇക്വേഷൻ എന്ന് വിളിക്കും. എഫ് ഇസ് ഈക്വൽ ടു എം എയുടെ പേര് ഫോഴ്സ് ഇക്വേഷൻ ആണ്. അതായത് മാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തിനെ ഒപ്പോസ് ചെയ്യും? ലീനിയർ ആക്സിലറേഷനെ ഒപ്പോസ് ചെയ്യും. സോ മാസ് ഓൾവേസ് ഒപ്പോസസ് ലീനിയർ ആക്സിലറേഷൻ. ബോഡി ലീനിയർ മൂവ്മെന്റ് മാത്രമാണുള്ളതെങ്കിൽ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഈസ് ഐ, ഇറ്റ് ഒപ്പോസസ് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഒരു ആംഗുലാർ ആക്സിലറേഷനെ ഒപ്പോസ് ചെയ്യുന്ന ആളുടെ പേരാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു ചെറിയ ഫാൻ നമുക്ക് കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങാൻ എളുപ്പമാണ്. ഒരു വലിയ ഫാൻ ആണെങ്കിൽ നമ്മൾ അതിനെ തട്ടിക്കഴിഞ്ഞാൽ കറങ്ങാൻ പാടാണ്. കാര്യം വലിയ ഫാനിന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. സോ ഹയർ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മോർ ഡിഫിക്കൽട്ട് ഇറ്റ് വിൽ ബി ടു സ്റ്റാർട്ട് എ റൊട്ടേറ്റിംഗ് ബോഡി. അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയെ തടഞ്ഞു നിർത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെങ്കിൽ. ചെറിയ ഫാൻ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തടഞ്ഞു നിർത്താം, വലിയ ഫാൻ ആണെങ്കിൽ പറ്റില്ല. സോ ഹയർ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മോർ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഓക്കെ, സോ when moment of inertia increases, the resistance also increases. When the moment of inertia increases, resistance also increases. Clear അല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ റൊട്ടേഷൻ ആയിട്ട് സംബന്ധിച്ചതാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒപ്പോസ് ചെയ്യുന്ന ആംഗുലാർ ആക്സിലറേഷനെയാണ്. സോ അതുപോലെ തന്നെ നമുക്കൊരു ഫോർമുലയുണ്ട്, ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ടോർക്ക് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ടോർക്ക്, ഇതിന്റെ പേര് ടോർക്ക് ഇക്വേഷൻ എന്നാണ്. ഇതിന്റെ പേരെന്താണ്? ടോർക്ക് ഇക്വേഷൻ. മറ്റേത് ഫോഴ്സ് ഇക്വേഷൻ ആണ്. ഫോഴ്സ് ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ടോർക്ക് ഇക്വേഷൻ ഐ ഇൻറ്റു ആൽഫയാണ്. ഐന്റെ പേര് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആൽഫയുടെ പേര് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ അവിടെ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ ടോർക്ക്, അവിടെ മാസ് ആണെങ്കിൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അവിടെ ലീനിയർ ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടെ ആംഗുലാർ ആക്സിലറേഷൻ. ഇതാണ് ചെറിയ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൺസെപ്റ്റ് ഇതാണ്. ഇനി നമ്മൾ ഓരോ ഒബ്ജക്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല പഠിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫോർമുലകൾ ബേസിക് ആയിട്ടുള്ള ഫോർമുലകൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, രണ്ട് തിയറം നമുക്ക് പഠിക്കണം. ഒരു തിയറത്തിന്റെ പേര് പാരലൽ ആക്സിസ് തിയറം എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇതൊരു സിസ്റ്റം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് ആദ്യം പിടിക്കണം. നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ബോഡിയുടെയും ജോമെട്രിക് സെന്ററിനെ സെന്റർ ഓഫ് മാസ് ആയിട്ട് എടുക്കുക. സെന്റർ ഓഫ് മാസ് എന്നൊരു ടോപ്പിക് നമ്മൾ ലാസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ഒരു ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിന്റെ സെന്ററിലാണ്. ജസ്റ്റ് അത് മാത്രം മതി. സെന്റർ ഓഫ് മാസ് മീൻസ് ജോമെട്രിക് സെന്റർ. സോ ഇതാണ് സെന്റർ ഓഫ് ആക്സിസിൽ കൂടെ ഒരു ആക്സിസ് ഞാൻ എടുത്തു. ഈ ആക്സിസിനെ വിളിക്കുന്ന പേര് ICM എന്നാണ്. ICMന്റെ അർത്ഥം മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാസിംഗ് ത്രൂ സെന്റർ ഓഫ് മാസ്. ഇതിന്റെ വാല്യൂ എല്ലാ ബോഡിക്കും ഓരോന്നാണ്. അത് നമ്മൾ ഓരോ ഫോർമുല പഠിക്കുന്നതാണ്. സോ ICM എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെന്റർ ഓഫ് മാസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, we have to find the moment of inertia I dash. That moment of inertia, we have to find the moment of inertia about this axis. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഓരോ ആക്സിസിലും ഓരോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐ ഡാഷ് ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം. ഇതാണ് ഡിസ്ക്. ഡിസ്കിന്റെ സെൻട്രോമാസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ICM എന്ന് വിളിച്ചു. ഇനി ഡിസ്കിന് പുറത്തൊരു ആക്സിസ് എടുത്തു. ആ ആക്സിസിന് എബൌട്ട് ആയിട്ട് ഈ ഡിസ്ക് കറങ്ങുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഐ ഡാഷ് എന്ന് വിളിച്ചു. അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. അതിനു മുമ്പായിട്ട് ICM-ഉം ഐ ഡാഷും തമ്മിലൊരു പെർപെൻഡിക്കുലർ ലൈൻ വെച്ച് കണക്ട് ചെയ്യുക. ആ ലൈനിന്റെ ലെങ്തിനെ എക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഫോർമുല ഓഫ് ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ICM പ്ലസ് മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ മാസ്, കുറേ ബോഡികളുണ്ടെങ്കിൽ എല്ലാ ബോഡികളുടെയും മാസ് ഇൻറ്റു എക്സ് സ്ക്വയർ. സോ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ICM പ്ലസ് MX സ്ക്വയർ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി എബൌട്ട് ആൻ ആക്സിസ്. ഇനി ഈ ആക്സിസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആക്സിസ് പാരലൽ ആക്സിസ് ഈ ആക്സിസ് സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിന്റെ പാരലൽ ആയിരിക്കണം. സോ നിങ്ങൾക്കൊരു ആക്സിസ് എപ്പോഴും അറിയാം, ICM സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു ആക്സിസ് എടുക്കുക. ആ ആക്സിസിന് പാരലായിട്ട് ഏതെങ്കിലും ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഫോർമുലയാണ് ICM പ്ലസ് മാസ് ഓഫ് ദ സിസ്റ്റം ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇതിനെയാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ പറയാം, ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യത്തത് ഞാൻ പറയാൻ പോകുന്ന റിംഗ് ആണ്. ഓക്കെ, റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നിങ്ങളൊരു വള എടുക്കുക. ഇതാണ് ഒരു റിങ്. സോ ഒരു വള നിങ്ങൾ എടുത്തു. ആ വളയുടെ സെന്ററിൽ കൂടെ ഒരു ആക്സിസ് എടുത്തു. സോ ആ വളയുടെ സെന്ററിൽ കൂടെയുള്ള ആക്സിസിന്റെ പേര് ICM ആണ്. സോ ദിസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിംഗ്. ഇതിന്റെ ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഇറ്റ് ഈസ് MR സ്ക്വയർ. M എന്ന് വെച്ചാൽ മാസ് ഓഫ് ദ ഡിസ്ക് ആണ്. മാസ് ഓഫ് ദ റിംഗ് ആണ്. R എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഫോർമുലയാണ്. ICM ഈക്വൽ ടു MR സ്ക്വയർ. ഇനി അടുത്ത കാര്യം, ഈ ആക്സിസിനെ കൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ആക്സിസിനെ ഞാൻ എന്ത് വിളിച്ചു? ഐ ഡാഷ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ആക്സിസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ ആക്സിസ് റിങ്ങിന്റെ എഡ്ജിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഈ ആക്സിസ് ആർക്ക് പാരലാണ്? ICM-ന് പാരലാണ്. അപ്പൊ ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഫോർമുല? ഐ ഡാഷ് ഈക്വൽ ടു ICM ഇസ് പ്ലസ് മാസ് ഓഫ് ദ സിസ്റ്റത്തിന് M എന്ന് വിളിക്കാം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്ത് തന്നെയാണ്? റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. സോ ICM പ്ലസ് MR സ്ക്വയർ. വാട്ട് ഈസ് ICM? MR സ്ക്വയർ. ICM ഈസ് MR സ്ക്വയർ പ്ലസ് MR സ്ക്വയർ. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2MR സ്ക്വയർ എന്ന് കിട്ടി. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ പെരിഫറി അല്ലെങ്കിൽ എഡ്ജ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് 2MR സ്ക്വയർ. സോ MR സ്ക്വയർ ICM ആണ് പ്ലസ് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2MR സ്ക്വയർ. മനസ്സിലായല്ലോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിങ്ങിൻ്റെ കൺസെപ്റ്റാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. സോ ഇനി ഒരു തിയറം കൂടെ പഠിപ്പിക്കുകയാണ്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഡിസ്ക് എടുക്കുക, 3 ആക്സിസും വരയ്ക്കുക. IX, IY, IZ. IZ is equal to IX plus IY. IZ is equal to IX plus IY. ഇത് X, ഇത് Y, ഇത് Z. സോ X, Y പിന്നെ Z. സോ IZ കാണണമെങ്കിൽ IX plus IY. അതായത് 3 ആക്സിസും പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് IX-ഉം IY-യും തന്നിട്ടുണ്ട് എങ്കിൽ IZ കാണാൻ എന്ത് ചെയ്യണം? IZ is equal to IX plus IY. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ?
ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഇനി വീണ്ടും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. ഒരു റിങ് എടുക്കുക. റിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെയാണ് ഇങ്ങനെ തുളച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ICM ആണ്, പക്ഷെ ആക്ച്വലി അത് IZ ആണ്. ICM ആണ്, പക്ഷെ അത് ആക്ച്വലി എന്ത് തന്നെയാണ്? IZ ആണ്. ഇനി നമുക്ക് വേണ്ടത് IX ഉം IY ഉം ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇതിങ്ങനെ സെൻറ്ററിൽ കൂടെ പോകും. ഇതാരാണ്? IZ ആണ്. അപ്പോൾ ഇതാണ് എന്ത്? IY. ഇതാണ് എന്ത്? IX. ഇവിടെ നോക്കുക, നമ്മൾ കൃത്യമായിട്ടൊരു ഡയഗ്രം ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു റിങ് എടുത്താൽ ഈ റിങ്ങിനെ ഒരു ക്രോസ് മാർക്ക് ഞാൻ ഇവിടെ ഇടുകയാണ്. ഈ റിങ്ങിലേക്ക് ഞാൻ ഒരു ക്രോസ് മാർക്ക് കൊടുത്തു. ആ ക്രോസ് മാർക്കാണ് IZ എന്ന് വിചാരിക്കുക. ആ ക്രോസ് മാർക്കാണ് IZ. ഓക്കെ, ക്രോസ് മാർക്ക് IZ ആണ്. സോ IZ ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ റിംഗ്. സോ ഇതാണ് റിംഗ് എങ്കിൽ, ഇങ്ങനെയാണ് റിംഗ് ഇരിക്കുന്നതെങ്കിൽ, ഇത് കണ്ടല്ലോ, ഇതാണ് റിംഗ് എങ്കിൽ ഈ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ ആക്സിസ് എടുത്തിരിക്കുന്നത്. സോ ഇത് റിങ്, ഈ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. അതേസമയം അത് സെന്റർ ഓഫ് മാസിൽ കൂടെ കടന്നും പോകുന്നുണ്ട്. അതിന്റെ ഫോർമുലയാണ് MR². ഇനി ഇങ്ങനെയാണ് റിംഗ് എടുക്കുന്നതെങ്കിൽ, ഇതാണ് റിങ്ങിന്റെ പ്ലെയിൻ, ഇതാണ് റിങ്ങിന്റെ പ്ലെയിൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റെ ആക്സിസ്, പക്ഷെ അതും എന്തിൽ കൂടെ പോകുന്നു? സെന്ററിൽ കൂടെ പോകുന്നു. സോ IZ ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്? നേരത്തെ പഠിച്ച ഫോർമുല MR². ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇതൊരെണ്ണം, ഇത് വേറൊരെണ്ണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇതാരാണ്? IX ആണ്. ഇതാരാണ്? IY ആണ്. അപ്പോൾ IX ഉം IY ഉം നമുക്ക് അറിയത്തില്ല, പക്ഷെ IZ അറിയാം, MR². നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസിന് ഫോർമുലയുണ്ട്. IX ഈക്വൽ ടു IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY ആണ്. IZ ഈക്വൽ ടു എന്താണ്? IX പ്ലസ് IY. IX എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ ഓഫ് ദ റിംഗ് ആണ്. കാര്യം ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് കാണാം, ഇതെന്താണ്? ഡയമീറ്റർ. ഇതും എന്താണ്? ഡയമീറ്റർ. അപ്പൊ രണ്ടിന്റെ വാല്യൂ സെയിം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് IZ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു IX എന്ന് എഴുതാം. IZ ഈക്വൽ ടു എന്തെടുക്കാം? 2 ഇൻറ്റു IX പ്ലസ് IX, 2 ഇൻറ്റു എടുക്കാം. ക്ലിയർ അല്ലേ? IZ ആരാണ്? MR²/2. സോറി, IZ ആരാണ്? MR². IZ തന്നെയാണ് ICM. സോ ICM ഈക്വൽ ടു MR². അപ്പൊ IX ഈക്വൽ ടു IZ/2 ആണ്. IX ഇസ് ഈക്വൽ ടു IZ/2. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? MR²/2 കിട്ടും. സോ IX ഈക്വൽ ടു IY ഈക്വൽ ടു ആൻസർ എത്രയാണ്? MR²/2. സോ ഒരു റിംഗ് എടുക്കുക. ഫസ്റ്റ് കാര്യം, ഒരു റിംഗ് ആണ്. റിങ്ങിന്റെ മാസ് M ആണ്, റേഡിയസ് R ആണ്. റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, റിങ്ങിന് ഇങ്ങനെ ഇരുന്നാൽ ഇതാണ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ, റിംഗ് ഇങ്ങനെ ഇരുന്നാൽ ഇതാണ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ. ഇതാണ് IZ, അതാണ് ICM. അതിന്റെ വാല്യൂ ആണ് MR². IZ ഈക്വൽ ടു IX പ്ലസ് IY ആണ്. പക്ഷെ IX ഉം IY ഉം ഡയമീറ്ററിൽ കൂടെ ഉള്ളതാണ്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ IZ ഈക്വൽ ടു 2X ആണ്. അപ്പൊ IX എന്ന് വെച്ചാൽ IZ/2 ആണ്. ആൻസർ MR²/2. ഇതാണ് റിങ്ങിന്റെ കോൺസെപ്റ്റ്. സോ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് MR². റിങ്ങിന്റെ എഡ്ജിൽ കൂടെ പോകുന്നത് എത്രയാണ്? MR² പ്ലസ് MR² 2MR². ദാറ്റ് ഈസ് പാരലൽ ആക്സിസ് തിയറം. ക്ലിയർ അല്ലേ? ഇനി റിങ്ങിന് എബൌട്ട് ദ ഡയമീറ്റർ എത്രയാണ്? എബൌട്ട് ദ ഡയമീറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് IX അല്ലെങ്കിൽ IY ആണ്. IX അല്ലെങ്കിൽ IYയുടെ വാല്യൂ എത്രയാണ്? MR²/2 ആണ്. ക്ലിയർ അല്ലേ? സോ റിങ്ങിന്റെ കോൺസെപ്റ്റുകൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാത്തിൻ്റെയും ഫോർമുലയും നമ്മളിവിടെ പഠിച്ചു. ഇനി അടുത്ത നോക്കാം. അടുത്ത നിങ്ങൾക്ക് തന്നെ പഠിക്കേണ്ടത്, നിങ്ങൾ തന്നെ പഠിച്ചാൽ മതി. കാര്യം റിങ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അടുത്ത പറയുന്നത് ഡിസ്ക് ആണ്. ആദ്യം ഡിസ്കിൻ്റെ ICM പഠിക്കുക. അതാണ് ഡിസ്കിൻ്റെ IZ. അതിൻ്റെ വാല്യൂ MR²/2 ആണ്. ഇനി IX ഈക്വൽ ടു IY ഈക്വൽ ടു ഇതിൻ്റെ പകുതി. അപ്പോൾ MR²/4 ആണ്. എത്രയാണ്? MR²/4. അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആക്സിസ്
പാസിംഗ് ത്രൂ എഡ്ജ് അല്ലെങ്കിൽ പെരിഫറി വിച്ച് ഈസ് പാരലൽ ടു ICM. അപ്പോൾ എന്താണ് ഫോർമുല? I dash equal to ICM plus mass of the body. Mass of the body means mass of the disk into R square. ICM ആരാണ്? mr square by 2 plus mr square. So answer is 3 by 2 mr square. Answer is 3 by 2 mr square. ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഡിസ്ക്. ഈ ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ ഇതെടുക്കുകയാണ്, IZ എടുക്കുകയാണ്. IZ എന്താണ്? ICM ആണ്. ICM ആണ്. അതിൻ്റെ ഫോർമുലയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇറ്റ് ഈസ് mr സ്ക്വയർ ബൈ 2. കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഫോർമുല? I dash ഈക്വൽ ടു ICM പ്ലസ് m ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? R ആണ്. സോ mr സ്ക്വയർ ബൈ 2 പ്ലസ് mr സ്ക്വയർ. അപ്പോൾ ആൻസർ 3 by 2 mr സ്ക്വയർ ആണ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെയും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൻ്റെയും കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. സോ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ ഫോർമുല കാണാതെ പഠിക്കണം. mr സ്ക്വയർ. അത് ഡിസ്ക് ആവുമ്പോൾ mr സ്ക്വയർ ബൈ 2. റിങ്ങിന് അബൌട്ട് ദ ഡയമീറ്റർ ICM-ന്റെ പകുതി mr സ്ക്വയർ ബൈ 2. ഡിസ്കിന് അബൌട്ട് ദ ഡയമീറ്റർ അല്ലെങ്കിൽ X അല്ലെങ്കിൽ Y ICM-ന്റെ പകുതി. ICM-ന്റെ പകുതി എത്രയാണ്? ICM തന്നെ എത്രയാണ്? ICM ഈസ് mr സ്ക്വയർ ബൈ 2. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? mr സ്ക്വയർ ബൈ 4. റിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ ഉള്ളത് 2 mr സ്ക്വയർ. നമ്മുടെ ഡിസ്കിൻ്റെ എഡ്ജിൽ കൂടെ ഉള്ളത് ICM പ്ലസ് mr സ്ക്വയർ. ICM ഈസ് mr സ്ക്വയർ ബൈ 2. സോ ആൻസർ ഈസ് 3 by 2 mr സ്ക്വയർ. ക്ലിയർ അല്ലേ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ റിങ്ങിൻ്റെയും ഡിസ്കിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ശ്രദ്ധിക്കുക, സോളിഡ് സ്പിയർ. ഇങ്ങനെ ഒരു സ്പിയർ എടുത്താൽ ദിസ് ഈസ് IX, ദിസ് ഈസ് IY, പിന്നെ ഇങ്ങനെ തുളച്ചിട്ടുള്ളതാണ് IZ. ഇതൊക്കെ വാല്യൂസ് IX ഈക്വൽ ടു IY ഈക്വൽ ടു IZ ആണ്. 2 by 5 mr സ്ക്വയർ ആണ് ഫോർമുല. അപ്പോൾ ചിലർക്ക് സംശയം വരും, സാറേ IX പ്ലസ് IY ആഡ് അല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു 2 dimensional ബോഡി. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, എഴുതിയിടണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു 2 dimensional ബോഡി. ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഈസ് നൗ അപ്ലൈഡ് ടു സോളിഡ് സ്പിയർ. ക്ലിയർ അല്ലേ? ഇനി ഹോളോ സ്പിയർ ആണെങ്കിൽ ആൻസർ 2 by 3 mr സ്ക്വയർ ആണ്. ഹോളോ സ്പിയർ ആണെങ്കിൽ മറക്കണ്ട, ആൻസർ എത്രയാണ്? 2 by 3 mr സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ സോളിഡ് സ്പിയർ പറഞ്ഞു, ഹോളോ സ്പിയറും പറഞ്ഞു. അടുത്തത് ശ്രദ്ധിക്കുക, ഒരു ലീനിയർ റോഡാണെന്ന് വിചാരിക്കുക. ഒരു ലീനിയർ റോഡാണെങ്കിൽ, ഇതാണ് ലീനിയർ റോഡെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ഫോർമുല പഠിച്ചു വെക്കണം. ICM ഇസ് ഈക്വൽ ടു ml സ്ക്വയർ ബൈ 12 ആണ്. എന്താണ്? ml സ്ക്വയർ ബൈ 12. ICM ഇസ് ഈക്വൽ ടു ml സ്ക്വയർ ബൈ 12. ഇനി ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ അതും ICM ആണ്, പക്ഷെ 0 ആണ്. ഈ ഗ്രീൻ ലൈനും യെല്ലോ ലൈനും സെൻറ്റർ ഓഫ് മാസിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ ഒരെണ്ണം ബോഡിയെ ബൈസെക്ട് ചെയ്യാണ്, മറ്റൊരെണ്ണം ബോഡിയുടെ ആക്സിസിൽ കൂടെയാണ് പോകുന്നത്. സോ ആക്സിസിൽ കൂടെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഒരു റോഡ് എടുക്കുക. ഈ റോഡിൻ്റെ ആക്സിസ് ഇതാണ്. ഇതിൻ്റെ ICM ആണ് ചോദിച്ചെങ്കിൽ ആൻസർ എത്രയാണ്? 0. പക്ഷേ ഇതല്ലേ സെൻറ്റർ ഓഫ് മാസ്. ഇങ്ങനെ ഒരു ആക്സിസ് എടുക്കാം, അതും ICM ആണ്, അതാണ് ബൈസെക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? ml സ്ക്വയർ ബൈ 12 ആണ്. അപ്പോൾ റോഡിനെ ബൈസെക്ട് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിൻ്റെ വാല്യൂ ml സ്ക്വയർ ബൈ 12ഉം റോഡിൻ്റെ ആക്സിസിൽ കൂടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്നതിൻ്റെ വാല്യൂ 0യുമാണ്.
അതാണ് റോഡിന്റെ കേസിൽ പഠിക്കേണ്ടത്. അടുത്തൊരു കാര്യം നോക്കുക. ഒരു റോഡ് എടുക്കുക. ഇതിന്റെ വാല്യൂ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അത് ICM ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് I' ആണ്, ഇത് രണ്ടും പാരലാണ്. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, ആ ഡിസ്റ്റൻസിന് x എന്ന് വിളിക്കുക. അപ്പോൾ വാട്ട് ഈസ് I' is equal to ICM പ്ലസ് മാസ് ഓഫ് ദ റോഡ് ഇൻറ്റു x സ്ക്വയർ. വാട്ട് ഈസ് ICM? പഠിച്ചതാണ്, ml²/12. ഇവിടെ x എന്ന് പറയുന്ന റോഡിന്റെ പകുതി ലെങ്ത് അല്ലേ? ആ ലെങ്ത് എത്രയാണ്? L/2. അപ്പോൾ L²/4. സോ LCM 12. സോ 4ml²/12 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ മറക്കരുത്, ml²/3. അപ്പോൾ ഒരു റോഡിന്റെ ഒരു എഡ്ജിൽ കൂടെ പാസ് ചെയ്യുന്നതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/3. റോഡിന്റെ സെന്ററിൽ കൂടെ ആണെങ്കിൽ ml²/12. ക്ലിയർ അല്ലേ? റിങ്, ഡിസ്ക്, സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ, റോഡ്, ഇത്രയാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട സാധനം. അടുത്തത് നോക്കുക. അടുത്ത വളരെ സിമ്പിളാണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇതൊരു ഹോളോ സിലിണ്ടർ ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ, പക്ഷെ ആക്സിസിൽ കൂടെ പോകുന്നതിൻ്റെ വാല്യൂ റിങ്ങിൻ്റെ അതേ വാല്യൂ ആണ്, mr². റോഡാണെങ്കിൽ ആൻസർ 0 ആണ്. അടുത്തത് സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഡിസ്കിൻ്റെ അതേ വാല്യൂ ആണ്, mr²/2. സോ റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നു. സോ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, ആൻസർ mr². ഡിസ്ക് ആണെങ്കിൽ mr²/2. ഇനി റിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ ആണെങ്കിൽ 2mr², ഡിസ്കിൻ്റെ ആണെങ്കിൽ 3/2 mr². റിങ്ങിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ ICMന്റെ പകുതി, ദാറ്റ് ഈസ് mr²/2 അല്ലേ? ഡിസ്കിൻ്റെ ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ICMന്റെ പകുതി, എത്ര? mr²/4. സോളിഡ് സ്പിയർ, ഹോളോ സ്പിയർ പഠിച്ചു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോഡ് അറിയാം, ml²/12. എഡ്ജ് കൂടെ ആണെങ്കിൽ ml²/3. ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പാരലാക്സിസ് തിയറം പറഞ്ഞു, പെർപെൻഡിക്കുലർ പറഞ്ഞു. പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ICMന് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലായിട്ടൊരു ആക്സിസ് വേണം. ഓക്കെ, ഇനി 3 ഡയമെൻഷണൽ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത തിയറം ഏതാണ്? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. എന്താണ് അതിൻ്റെ ഫോർമുല? IZ = IX + IY ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? സോ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഫോർമുലകൾ കാണാതെ പഠിക്കണം. സോ റിങ്ങിൻ്റെ കാണാതെ പഠിച്ചു വയ്ക്കുക. റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ mr². ഡിസ്കിൻ്റെ അതേ കേസിൽ അതിൻ്റെ പകുതി എത്ര? mr²/2. റിങ്ങിൻ്റെ എഡ്ജ് ആണെങ്കിൽ ICMന്റെ കൂടെ mr². ഡിസ്കിൻ്റെ എഡ്ജ് ആണെങ്കിൽ ICMന്റെ കൂടെ mr². ഓക്കെ അല്ലേ? സോ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നൊരു കൺസെപ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊരു കോൺസെപ്റ്റിനെയാണ്. വളരെ സിമ്പിളാണ്. ഏത് സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയെയും mk² എന്ന് എഴുതാം. ഏത് സിസ്റ്റത്തിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയെയും mk² എന്ന് എഴുതാം. കെയുടെ പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എനി സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ് mk². അപ്പോൾ റിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? mr². അതിനെ എങ്ങനെ എഴുതാം? mk². സോ m ക്യാൻസലായി. അപ്പോൾ r² = k². അപ്പോൾ k = നമുക്ക് എന്ത് കിട്ടി? +or-r. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് റിങ്. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ, GYRATION, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് റിങ്. സോ നമുക്ക് എല്ലാത്തിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാതറിയാം. അത് = m × k² എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കെയുടെ വാല്യൂ എടുക്കുക. അതിൻ്റെ പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നമ്മളത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാം. എന്താ ചെയ്യേണ്ടത്? mk² ആണ്.
ശരിക്കുള്ള വാല്യൂ എത്രയാണ് സ്പിയറിൻ്റെ? സോളിഡ് സ്പിയർ ആണെങ്കിൽ 2/5 mr². സോ എമ്മും ക്യാൻസൽ ആയി. സോ 5/2 ഇൻറ്റു k² ഈക്വൽ ടു r². ഇപ്പോൾ റൂട്ട് എടുക്കുമ്പം റൂട്ട് 5/2 ഇൻറ്റു k ഇസ് ഈക്വൽ ടു r. അപ്പോൾ k ഈക്വൽ ടു r ഇൻറ്റു റൂട്ട് ഓഫ് 2/5. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ എനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ക്യാൻ ബി റിട്ടൺ ആസ് m ഇൻറ്റു k². ഇനി വളരെ രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ പറയുകയാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് നെയ്തർ എ സ്കെയിലാർ നോർ എ വെക്റ്റർ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ സ്കെയിലാറുമല്ല വെക്റ്ററുമല്ല.